أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ ഫാത്തിമ അൻവർ മാമിനെ ബഹുമാനപൂർവം ഇന്നത്തെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിഷയം തജ്വീദ് പഠനം ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. മനുഷ്യരാശിക്ക് സംഘടിതമായ ജീവിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ അപ്രമാദിത്യ സ്രോതസ്സായി അള്ളാഹു വെളിപ്പെടുത്തിയ അക്ഷരീയ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ചുള്ള നിയന്ത്രണങ്ങളും ശുപാർശകളും പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വളരെ പ്രാധാന്യമുള്ളതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതയോ തെറ്റിദ്ധാരണയോ സൃഷ്ടിക്കാതിരിക്കാൻ ഖുർആൻ കൃത്യമായും വ്യക്തമായും വായിക്കുകയും എഴുതുകയും പാരായണം ചെയ്യുകയും വേണം. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ തജ്വീദ് പഠനത്തിന്റെ പ്രാധാന്യത വിളിച്ചോതുന്ന കാര്യം. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം, ഉൾക്കൊള്ളാം. വിഷയാവതരണത്തിനായി ഫാത്തിമ അൻവർ മാമിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കല്ലാഹു ഖൈറൻ സിസ്റ്റർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? ഒന്ന് കൺഫേം ചെയ്യാവോ? അൽഹംദുലില്ലാ ക്ലിയർ ആണ് മാം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. സോ അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ ഫോർ ഗിവിംഗ് ദിസ്. ഈ ഒരു ചാൻസ് നൽകിയതിന് ആദ്യം ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. അതായത് ഇപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് ഒരു ചാൻസ് നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയിലൂടെ ഒരു സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു ചാൻസ് ആയിരിക്കും, അല്ലേ? അതായത് ഒരു ടോപ്പിക്ക് നമ്മളിലേക്ക് ഏൽപ്പിച്ച ശേഷം അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു ഫضല് അള്ളാഹു നൽകിയതിന് ഞാൻ ആദ്യം അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നു. അതായത് എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് അൽഹംദുലില്ലാ. എന്തായാലും എന്നിലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ട് ഞാനിത് ചെറിയൊരു സെഷനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സെഷനായിട്ട് മാറട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റർ ആയിഷ നസ്റിൻ പറഞ്ഞതുപോലെ അത് നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ലോക അവസാനം വരെയും ഒരു ചേഞ്ചസും സംഭവിക്കാത്ത അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ഖുർആൻ. അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നേ വരെ ആർക്കുമില്ല, അല്ലേ? അത് അള്ളാഹു തന്നെ ഖുർആനിൽ കൂടി പ്രോമിസ് ചെയ്ത ഒരു കാര്യമാണ്. അവസാനം വരെയും അള്ളാഹു അത് പ്രിസർവ് ചെയ്യും എന്നുള്ളത്. സോ ഈ പ്രിസർവ് ചെയ്യും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഖുർആൻ സംരക്ഷിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങൾക്കതിന് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആ സംരക്ഷണം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്കത് സംരക്ഷിക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചൊന്ന് ടൈപ്പ് ചെയ്യാവോ ക്വിക്കായിട്ട്? എങ്ങനെയൊക്കെ നമുക്കൊരു കിതാബ് സംരക്ഷിക്കാം? എങ്ങനെയൊക്കെ നമുക്കൊരു ഹോളി ബുക്ക് നമുക്ക് സംരക്ഷിക്കാം? ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ നമ്മളുടെ കയ്യിലൊരു ബുക്ക് ഇരിപ്പുണ്ട്, നമ്മളതെങ്ങനെ സംരക്ഷിക്കും? ബാക്കി വീട്ടിലുള്ള മറ്റ് സ്റ്റോറി ബുക്സിൻ്റെയൊക്കെ കൂടെ നമ്മളത് കീപ്പ് ചെയ്യുമോ ആ ബുക്കിനെ? ത്രൂ ദ ഹാർട്ട്. വെരി ഗുഡ്. ഓക്കെ, അതൊരു ഫോം ഓഫ് പ്രിസർവേഷൻ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയങ്ങളിൽ കൂടി നമ്മൾ എങ്ങനെ അത് പ്രിസർവ് ചെയ്യുക? എന്ത് പ്രോസസ്സിൽ കൂടി നമ്മൾ പ്രിസർവ് ചെയ്യും? അതെ, നമ്മൾ ഹിഫൂസ് ചെയ്തുകൊണ്ട് മെമ്മറൈസ് ചെയ്യും, അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ലേൺ ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. അതെ, നമ്മൾ അതിനെ പ്രവർത്തിക്കും, നമ്മളതിനെ പഠിക്കും, അത് പിന്നെ പ്രവർത്തിക്കും. അതൊരു ഫോം ഓഫ് പ്രിസർവേഷൻ ആണെന്ന് പറയാം. ഓക്കെ,
സോ അള്ളാഹു പറഞ്ഞ പ്രിസർവേഷൻ, ഓഫ് കോഴ്സ് നമുക്കറിയാം ലോകം അവസാനിക്കുമ്പോൾ ഖുർആനിലെ എഴുത്തുകളെല്ലാം മാഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു നിയ്യത്ത് വെക്കുമ്പോൾ നമുക്ക് അള്ളാഹു നമ്മളത് ഹൃദയത്തിൽ അത് സൂക്ഷിച്ച് വെക്കാനൊരു അവസരം, അല്ലെങ്കിൽ അള്ളാഹു അത് നമുക്ക് തൗഫീഖ് തരട്ടെ എന്നൊക്കെ നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ട് അല്ലേ? ബൈ ലേണിംഗ്, ആക്ടിങ് ആൻഡ് ടീച്ചിങ് അതേഴ്സ്. വെരി ഗുഡ്. ഓക്കെ, അതും ഒരു പ്രിസർവേഷൻ. അതായത് നമ്മുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിയോ അതേ രീതിയിൽ നമ്മൾ അതിനെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യാറുണ്ട് അല്ലേ? അത് തന്നെയാണ് നമുക്ക് ഇന്നേ വരെ നമ്മുടെ കൈകളിലേക്ക് എത്തി വന്ന രീതിയും അങ്ങനെ തന്നെയാണ്. എങ്ങനെ, എവിടെ മുതൽ? പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ഇറക്കി കൊടുക്കുന്നു, പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ റളിയല്ലാഹു അൻഹുമാക്ക് കൊടുക്കുന്നു, അവരിൽ നിന്നും അടുത്ത ജനറേഷൻ താബിഈനിലേക്ക് പോകുന്നു, തബഅ താബിഈനിലേക്ക് പോകുന്നു. അങ്ങനെ ജനറേഷൻ വഴി കൈമാറി നമ്മുടെ കൈകളിലേക്ക് എത്തിയ ഈ ഒരു അമൂല്യ നിധി എന്ന് നമുക്ക് പറയാം, അന്ത്യനാൾ വരെ. അതെ, ഹൃദയത്തിൽ ഹിഫ്ളായിട്ട് സൂക്ഷിക്കാം. വെരി ഗുഡ്. സോ ഇത് നമ്മൾ പാരായണം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പാരായണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഖുർആൻ പാരായണത്തിന് എന്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? നമുക്ക് റിവാർഡ് കിട്ടും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഖുർആൻ പാരായണം ചെയ്താൽ മാത്രമല്ലല്ലോ നമുക്ക് റിവാർഡ് കിട്ടുക. നമുക്ക് നമസ്കരിക്കുമ്പോൾ റിവാർഡ് കിട്ടുന്നുണ്ട്, നമുക്ക് ബാക്കി നല്ല, അതിപ്പോൾ നമുക്ക് ഫർദാക്കപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഫർദ് അല്ലാത്ത ഒരു കാര്യം ചെയ്താലും നമുക്ക് അജ്ർ കിട്ടും. ഒരു ഹർഫിന് 10 ഹസന. ഓക്കെ, അത് നമുക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വായിക്കുന്ന ഓരോ ഹർഫിനും 10 ഹസന. ഓക്കെ, അതായത് മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള റിവാർഡ്സ് കിട്ടുന്ന ഒരു ആക്ഷനാണ് തജ്വീദോട് കൂടി ഖുർആൻ പാരായണം ചെയ്യൽ. ഓക്കെ, വെരി ഗുഡ്. അതൊരു വെർച്യു ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ എന്താണ്? അത് വെളിച്ചമാണ്. അതായത് അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശാന്തിയും അല്ലേ, ഒരു ഷിഫ ആണ്, അത് നൂറാണ്, അതൊരു ഹിദായയാണ്. ഇതൊക്കെ നമുക്കറിയാം. കേൾക്കട്ടെ. പിന്നെ ഖൈറുക്കും അത് പറയുന്നത് നമ്മൾ ടീച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ പാരായണത്തിന്, ഖുർആൻ പാരായണത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു? കേൾക്കട്ടെ. വളരെ കുറച്ച് ആൾക്കാരെ റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ആൻറ്റി ഡിപ്രസൻറ്റ്, യെസ്, തീർച്ചയായും. നമ്മൾ ഖുർആനിലേക്ക് കൂടുതലും നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യും തോറും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പീരീഡ് കാലഘട്ടം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ, എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. അതായത് ഖുർആനുമായിട്ട് മിങ്കിൾ തുടങ്ങിയ പീരീഡും അതിന് മുന്നേ ഉള്ള പീരീഡും എന്ന് 2 പീരീഡ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിന് മുന്നേ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വെറീസാണ്. അതായത് അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഈ സമയം വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക, അത് ഞാൻ എന്ത് ചെയ്യും എന്ന് ഫുൾ നമുക്ക് ടോട്ടലി എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ പീരീഡ് തന്നെ പറയാം. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു എന്ത് ചെറിയ കാര്യം വന്നാലും നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും. പക്ഷേ ഖുർആനിലേക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ മാറുന്നു. അതിനു മുന്നേ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിശേഷം വരുന്നു, ഒരു ഫാമിലി ഇഷ്യൂസ് വരുന്നു, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ അത്രയും നാളും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഖുർആനിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പോയ ശേഷം എന്താണ് നമ്മുടെ ചിന്ത? എൻ്റെ ഐന് ശരിയാവുന്നില്ലല്ലോ, സുബ്ഹാനല്ലാഹ്, പഠിച്ചോനെ എൻ്റെ ബോധം ശരിയാവുന്നില്ലല്ലോ, എൻ്റെ ഹായ് എന്താ എല്ലായ്പ്പോഴും കൃത്യമായി വരാത്തത്. അതായത് നമ്മുടെ ചിന്താഗതി അവിടെ മുതൽ മാറി തുടങ്ങുകയാണ്. നമ്മൾ തജ്വീദ് എന്ന് പറയുമ്പോൾ നമ്മൾ നാവിനെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് അല്ലേ? തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഹി ഷിഫ. ഓക്കെ, അപ്പോൾ റെസിറ്റേഷനിൽ ഷിഫയാണ്. ഓക്കെ, കേൾക്കട്ടെ. തജ്വീദ് എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കലാണ്. എന്തിനെ ഭംഗിയാക്കലാണ്? അറബിക്ക് അക്ഷരങ്ങളെ ഭംഗിയാക്കലാണ്. എങ്ങനെ ഭംഗിയാക്കലാണ്? അതിൻ്റെ ഹക്കും മുസ്തഹക്കോടും കൂടി ഉച്ചരിക്കുക. അപ്പോൾ നമുക്ക് തജ്വീദിൻ്റെ തീരെ അങ്ങ് ഡെപ്തിൻ്റെ ഒരു തിയറട്ടിക്കൽ വശത്തിലേക്കല്ല ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ തജ്വീദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നന്മയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ കൃത്യമായ ഉച്ചാരണത്തിനായിട്ട് ഒരു ശാസ്ത്രം, എന്തിൻ്റെ കൃത്യമായ ഉച്ചാരണം? അറബിക് അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിച്ച് ഖുർആൻ പാരായണം നന്നാക്കുന്നതിനായിട്ടുള്ള ഒരു ശാസ്ത്ര മേഖലയാണ്
അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണെന്ന് പറയാം അല്ലേ, എന്ത് തജ്വീദ്, ഇൽമു തജ്വീദ്. ഓക്കെ, സോ തജ്വീദോട് കൂടി പാരായണം ചെയ്യണം എന്ന് നമ്മൾ വെക്കാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ശരി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം കൂടി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. എന്ത്, നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നു? കാരണം നമ്മൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റിവാർഡ് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റിവാർഡ് കിട്ടുന്ന ഒരുപാട് ആക്ഷൻസ് വേറെയും ഉണ്ട്. ഈ ഖുർആൻ തജ്വീദോടു കൂടി പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ പാരായണം, അതായത് അള്ളാഹുവിൻ്റെ വാക്കുകൾ ഈ ഖുർആനിൽ വരുന്ന ഇത് വായിച്ചാൽ നമുക്ക് അതൊരു ഫോം ഓഫ് വർഷിപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതൊരു ഒരു ഇബാദയാണ്. മുതഅബ്ബിദ് ബി തിലാവ, അതായത് നമ്മൾ തിലാവത്തിൽ ഖുർആൻ ചെയ്യുന്നത് അതെന്താണ്, ഒരു ഫോം ഓഫ് വർഷിപ്പാണ്. നമ്മളൊരു ആരാധനാ കർമ്മമാണ് ചെയ്യുന്നത് ഈ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നത്. എന്തിന്? ഖുർആൻ പാരായണത്തിന്. പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് സബ്സിഡറി ആയിട്ട് വരുന്നതാണ്. നമുക്ക് മനസ്സിനൊരു സുക്കൂൻ കിട്ടുന്നു, അത് ഷിഫ ആണെന്ന് പറയുന്നു. ഒരുപാട് ഇപ്പോൾ നമ്മളറിയാം, നമുക്ക് കണ്ണേറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഖുർആൻ ഓതിയാണ് നമ്മൾ അതിനെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലേ. സോ അത് ഷിഫയാണ്, അത് നൂറാണ്, അത് ഗൈഡൻസ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഫോക്കസ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? അത് മുതഅബ്ബിദ് ബി തിലാവ, നമ്മുടെ റെസിറ്റേഷൻ ഒരു ഫോം ഓഫ് വർഷിപ്പാണ്. അപ്പോൾ ഈ റെസിറ്റേഷൻ നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി തന്നെ പറയുന്നുണ്ട് അത് എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? വറത്തിലിൽ ഖുർആന തർത്തീല. അപ്പോൾ നിങ്ങളൊരു തജ്വീദ് സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഈ ഒരു ആയത്ത് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. തജ്വീദ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനെടുത്താൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ദലീലാണ് അല്ലേ, ഒരു എവിഡൻസ് ആണ് ഈ പറഞ്ഞ ഒരു ആയത്ത്. ഇതേത് സൂറയിലുള്ളതാണെന്ന് അറിയാവോ? ഏത് സൂറയിൽ വരുന്നതാണ്? സൂറത്തുൽ മുസമ്മിൽ അല്ലേ. സോ സൂറത്തുൽ മുസമ്മിൽ ഈ ഒരു ഭാഗത്തിനെ പറ്റി പറയുമ്പോൾ സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നതെന്നാൽ അവിടെ ഒരു കണ്ടീഷൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ശരി നീ ഖുർആൻ ഓതുക, എന്നിട്ടൊരു കണ്ടീഷൻ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ ഖുർആൻ ഓതണം? എങ്ങനെ? തർത്തീല. അപ്പോൾ ഈ ഫിഖ്ഹ് അല്ലെങ്കിൽ ശരിയാപരമായിട്ടുള്ള റൂളുകൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഖുർആനിൽ കൂടി പറയുമ്പോൾ ഓക്കെ, അത് എങ്ങനെയോ അതിപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന തർത്തീല ഫോമിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നു. ഖുർആനിൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് നിർബന്ധമല്ല, അല്ലെങ്കിൽ ഇത് ലീനിയൻ്റ് ആണ്, നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ അതിൻ്റെ നിയമം നമുക്ക് കീപ്പ് ചെയ്യാം. ലീനിയൻസിൽ കൃത്യമായ മലയാളം എനിക്കൊരു ഒഴിവ് കഴിവാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഒഴിവ് കഴിവ് കൂടെ ഒക്കെ നമുക്ക് ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ വെക്കാം എന്ന് മറ്റ് എവിടെയെങ്കിലും പറയാത്തിടത്തോളം കാലം ഒരു ആയത്ത് ഖുർആനിൽ വന്നാൽ നമ്മളത് വാജിബായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഫിഖഹിൻ്റെ തന്നെ പരമായിട്ടുള്ള റൂളിംഗ്, അല്ലെങ്കിൽ ശരിയാപരമായിട്ടുള്ള റൂളിംഗ്. അപ്പോൾ അത് വച്ചിട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് പറയുന്നതിന് ഒരു ലീനിയൻസി ഖുർആനിൽ മറ്റൊരിടത്തും പറയില്ല. അതായത് വറത്തിലിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഖുർആൻ പാരായണം ചെയ്യണം എന്ന് മാത്രം വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്യണം എന്നുള്ളതിന് മാറി ഖുർആൻ നീ പാരായണം ചെയ്യുക എന്ന് മാത്രം പറയുന്ന ഒരു ഭാഗം ഇല്ല ഖുർആനിൽ. എവിടെയൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യം പറയണോ അവിടെയെല്ലാം ഒരു കണ്ടീഷനുണ്ട്. ഇവിടെ നമ്മൾ തർത്തീല എന്ന് പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിൽ ഒരു ഭാഗമുണ്ട്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവ. അവിടെ എന്താ പറയുക? യത്ലൂനഹു ഹഖ്ഖ തിലാവ. ഓക്കെ, അതായത് ഓതുന്നതിൻ്റെ രീതിക്ക് ഓതുക. മനസ്സിലായോ? അതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അതായത് ഖുർആൻ നമുക്ക് കാണാം, അക്ഷരങ്ങൾ കാണാം, നമുക്ക് നിയമങ്ങൾ അറിയാം, എങ്ങനെയാണ് വായിക്കേണ്ട കൃത്യമായ ഉച്ചാരണങ്ങളൊക്കെ അറിയാം.
അപ്പം അത് വായിക്കുന്നതിൻ്റെ രീതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമുക്കറിയാതെ? അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആരെ? ഫസ്റ്റ് ജനറേഷന് സഹാബ റളിയല്ലാഹു അൻഹും. അവരെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു പ്രത്യേക രീതിയിൽ. അതിന് നമുക്ക് ഒരുപാട് നറേഷൻസും ഒരുപാട് ഹദീസുകളിൽ കൂടി തന്നെ നമുക്ക് ഒരുപാട് ദലീലുകൾ കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇമാം ഇബ്നുൽ ജസരിയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാണ് ഇമാം ഇബ്നുൽ ജസരി? ഷെയ്ഖുൽ ഖുറ. അതെ, അദ്ദേഹത്തിൻ്റെ കുനിയ, അദ്ദേഹത്തിൻ്റെ നിക്നെയിം വന്നിട്ട് ഷെയ്ഖുൽ ഖുറ എന്നായിരുന്നു. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനോളം ഖുർആ നിയമങ്ങളെ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുണ്ടായിരുന്ന മറ്റൊരാളില്ലായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മദ്ഹബുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കാരണം ഈ പറഞ്ഞ ഈ ഷെയ്ഖുൽ ഖുറ ഇദ്ദേഹം എഴുതിയ ഒരു പോയമാണ് നമ്മൾ ഇന്നും ഒരു ടെംപ്ലേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. എന്താ? അതായത് നമ്മൾ ഒരു മോസ്റ്റ് ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു തജ്വീദിനെ പറ്റിയുള്ള റിസോഴ്സ് എന്ന് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അത് എപ്പോൾ എഴുതിയെന്നറിയോ? ഹിജറ 800 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ ഹിജറ 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഓക്കെ ഈ ഒരു പദ്യം ഇറങ്ങുന്നത്. അതായത് അപ്പോൾ 800 വർഷങ്ങൾക്ക് മുന്നേ തജ്വീദ് ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ നമ്മൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു തജ്വീദിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു മത്തനാണ്. മത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയം എന്ന് പറയാം. ഒരു നോളജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു പോയമാണ്, ഒരു പദ്യമാണ് ഈ മത്തൻ നമുക്ക് തൽക്കാലം പറയാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായൊരു മത്തനാണ് എൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയ. അപ്പോൾ അത് എഴുതിയത് നമ്മുടെ ഇമാം ഇബ്നുൽ ജസരി. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ തജ്വീദിൻ്റെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, വൽ അഖ്ദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു മൻ ലം യുജവ്വിദിൽ ഖുർആന ആസിമു. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് നമ്മൾ തജ്വീദോട് കൂടി ഖുർആൻ പാരായണം ചെയ്യൽ എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത്യാവശ്യം എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്ക് ലാസിം എന്നാണ്. ലാസിം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കതല്ലാതെ മറ്റൊരു വഴിയില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒരു പോയിന്റ് എയിൽ നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾക്കൊരു പോയിന്റ് ബിയിലേക്ക് ഒരു കിലോമീറ്ററുള്ള ദൂരം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് വേറെ കുറുക്ക് വഴിയോ നമുക്ക് ചാടി പോകാനോ മറിഞ്ഞു പോകാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ ഈ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേരെയായിട്ടുള്ള ഒരു റോഡ് മാത്രമേ ഉള്ളൂ. ഈ റോഡ് മുഖേന മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ വഴി യൂസ് ചെയ്യൽ എന്താണ്? ലാസിമാണ്. മാൻഡേറ്ററി വേറെയാണ് കേട്ടോ. വാജിബ് എന്ന് പറയുന്ന വേറെ കാര്യം. ലാസിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ ഉള്ളു വഴി, വേറെ വഴിയില്ല എന്ന് പറയില്ലേ, അതേപോലെ. അതായത് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം ഒറ്റ വഴിയിൽ കൂടി മാത്രമേ ഉള്ളൂ, തജ്വീദോട് കൂടി. അതായത് തജ്വീദ് ഇല്ലാതെ പാരായണം ചെയ്യൽ സാധ്യമാണോ? സാധ്യമാണ്. പക്ഷെ അത് ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. എന്നിട്ട് അതിന് താഴെ ഇമാം അതിന് കാരണം പറയുന്നുണ്ട്. എന്ത്? ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല. എന്താ പറയുന്നത് ഇമാം? ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദാ മിൻഹു ഇലൈനാ വസല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് ബിഹി എന്ന് ഉദ്ദേശിക്കുന്നത്, ഹി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആൻ തജ്വീദോട് കൂടിയാണ് ബിഹി പാരായണം, ഖുർആൻ അൽ ഇലാഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല ഇറക്കിയത്. ആര് മുഖേന ഇറക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. ആരിലേക്ക്? പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഖുർആൻ തജ്വീദോട് കൂടി തന്നെയാണ്. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മുടെ വേ ഓഫ് സ്റ്റഡി, നമുക്ക് നമ്മുടെ ഇസ്ലാമിൽ ഒരു നോളജ് നമ്മൾ സീക്ക് ചെയ്യണേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചില അദബും അല്ലെങ്കിൽ കണ്ടീഷൻസും മര്യാദകളും ഒക്കെ ഉണ്ട് അല്ലേ. അതിൽ ഒന്നാമത്തെ
അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നോളജ് സീക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സുനൻ ഫോളോ ചെയ്യണം എന്നാണ്. നമ്മുടെ സുനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ എന്താണ്? നമ്മൾ ഓത്തൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു നോളജ് പഠിപ്പിക്കാൻ ലൈസൻസ് ഉള്ള ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇജാസ ഹോൾഡ് ചെയ്യുന്ന ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും വേണം നമ്മളൊരു നോളജ് ലൈവായിട്ട് സ്വീകരിക്കാൻ. ലൈവ് കണ്ടീഷനുണ്ട്, ലൈവാണ്. അല്ലാതെ ഒരു ഇജാസയുള്ള ടീച്ചർ ഓൺലൈൻ യൂട്യൂബിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തനിയെ സ്വയം പഠിക്കൽ അതൊരു പ്രോപ്പർ വേ ഓഫ് സ്റ്റഡി മെത്തേഡ് അല്ല. അത് നമ്മൾ വൺ വേ ടീച്ചിങ് എന്ന് പറയും. അത് എന്തുകൊണ്ട് സ്കോളേഴ്സ് അതിനെ ഡിസ്ലൈക്ക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? കാരണം അതിൽ നമുക്ക് ശൈത്താൻ്റെ കളികൾ വരാൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്ത് നോളജും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ കൂടി കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് നമുക്ക് ഡിപ്പെൻഡ് തീരെ ചെയ്യണ്ട എന്നൊരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ എവിടെ നിന്നെങ്കിലും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വൺ വേയിൽ കിട്ടുന്ന ഒരു നോളജ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിസ്ലൈക്ഡ് ആണ്. ഓക്കെ, അതായത് അത് സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ പ്രോപ്പർ വേ ഓഫ് സ്റ്റഡി മെത്തേഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമാം ഇബ്നുൽ ജസരി പറയുന്നത് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോളജ് കിട്ടിയ കഥയാണ് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ. എന്നിട്ട് അടുത്ത ശേഷം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്ത്? വഹകദ, അങ്ങനെ തന്നെയാണ്, മിൻഹു ഇലൈന, നമ്മളിലേക്കും, വസല, അത് എത്തിച്ചേർന്നത്. നമ്മളിലേക്കും അതുകൂടെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മളിലേക്ക് ഈ നോളജ് എത്തി വന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോളജ് കരസ്ഥമാക്കുമ്പോൾ എങ്ങനെയുള്ള നോളജാണ് എന്നുള്ളതുണ്ട്. നോളജ് രണ്ട് തരത്തിലുണ്ട്. നിങ്ങളിതൊക്കെ തജ്വീദിൻ്റെ അഡ്വാൻസ്ഡ് തജ്വീദ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഇൽമ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം. ഇൽമ നഖ്ലി ആകാം, ഇൽമ അഖ്ലി ആകാം. ഇൽമ അഖ്ൽ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു നോളജാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ദുനിയവിയായിട്ടുള്ള എല്ലാ നോളജും നമുക്ക് ഇൽമ അഖ്ലി എന്നുള്ള രീതിയിൽ പറയാം. എന്നാൽ ഇൽമ നഖ്ലി എന്ന് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഒരാൾ ഉണ്ടാക്കിയ നോളജ് അല്ല, പകരം ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന നോളജാണ്, അല്ലേ? മറ്റൊരാൾ, അതായത് ഒരു ഡിവൈൻ സോഴ്സ്, തൗഖീഫിയ, ഒരു ഡിവൈൻ സോഴ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ഒരു നോളജ് നമുക്ക് പല ജനറേഷനിലേക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക്, അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇതിൻ്റെ സത്യത്തിൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തവാതുർ എന്ന് പറയും. ഈ ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, ഈ ഒരു നോളജ്, ഇൽമ പല ജനറേഷൻസിൽ കൂടി ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്ത് പേര് പറയുന്നു? ആ പ്രോസസ്സിൻ്റെ പേരാണ് തവാതുർ. അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന നോളജിനെ നമ്മൾ പറയുന്നതാണ് മുത്തവാത്തിർ. അപ്പം ഈ തജ്വീദ് നോളജ് എന്ന് പറയുന്നത് ഇൽമ നഖ്ലിയിൽ വരുന്ന ഒരു മുത്തവാത്തിറാണെന്ന് നമുക്ക് പറയാം. അതായത് നിങ്ങൾക്കൊരു ടീച്ചർ ഒരു നോളജ് പറഞ്ഞു തരുമ്പോൾ അത് ആ ടീച്ചറിൻ്റെ അവലോകനത്തിലുണ്ടായ ഒരു സംഭവം അല്ല. എന്താണ്? ആ ടീച്ചർ അവരുടെ ടീച്ചറിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ആ ടീച്ചറിന് എവിടെ നിന്ന് കിട്ടുന്നു? അവരുടെ ടീച്ചറിൽ നിന്നും. ഇങ്ങനെ ഈ ചെയിൻ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പോയിന്റിൽ അവിടെ സ്റ്റോപ്പ് ആകും. എന്തുകൊണ്ട്? നമുക്ക് ഈ തജ്വീദിൻ്റെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാം? ഈ തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ എന്ന് പറയുന്നത് ഫർദു ഐൻ ആണെന്ന് പറയാം, അല്ലേ? എന്താ ഫർദു ഐൻ എന്ന് പറഞ്ഞാൽ? ഓരോരുത്തരുടെ മേലും ബാധ്യതയാക്കപ്പെട്ട ഒരു നിയമം അല്ലെങ്കിൽ ഒരു ആക്ഷൻ, ഒരു കർമ്മമാണ്. ഇപ്പം നമ്മൾ നമസ്കാരം, ഞാൻ നമസ്കരിച്ചില്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരോട് ചോദ്യം പോവില്ല, എന്നിലേക്ക് ചോദ്യം വരും, അല്ലേ? ഞാൻ സക്കാത്ത് ചെയ്തില്ലെങ്കിൽ എന്നിൽ ചോദ്യം വരും. ഇൻഡിവിജ്വൽ ഒബ്ലിഗേഷൻ ആണെന്ന് പറയാം, ഓരോരുത്തരുടെ മേലിലും ഉള്ളതാണ്. അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യൽ എന്തോടുകൂടി? തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒബ്ലിഗേഷനാണ്, എൻ്റെ ബാധ്യതയാണ്. ഞാൻ ഖുർആൻ തുറന്ന് പാരായണം ചെയ്യണമോ, അത് എങ്ങനെ പാരായണം ചെയ്യണമെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം.
അത് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്നത് വഴി ഞാൻ ആദ്യം പോയ ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്യുകയാണേ. എന്താണ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം തലമുറകളായി നമ്മൾ ചെയ്തു വരുന്നു, നമ്മളും ചെയ്യുന്നു, ഇനി വരുന്ന ജനറേഷനും അത് ചെയ്യണം. അപ്പോൾ ഖുർആനിൻ്റെ സംരക്ഷണം ഹിഫ്ദ് രൂപേണ മാത്രമല്ല, പിന്നെ എന്ത് രൂപേണയും വായനയിൽ കൂടിയും ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു പ്രിസർവേഷൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത്രയും ഇമ്പോർട്ടൻസ് തജ്വീദിൻ്റെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നു എന്ന് പ്രോമിസ് ചെയ്യുന്നത് ഹിഫ്ദിൽ കൂടി മാത്രമല്ല, എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ വേറെ ഏതൊരു മതത്തിൻ്റെ കിതാബുകൾ എടുത്താലും ഒരൊറ്റ, അല്ലെങ്കിൽ എനിക്കറിയില്ല ആരെങ്കിലും ഒരാളിപ്പോൾ ബൈബിളോ എന്തെങ്കിലും കംപ്ലീറ്റ് മെമ്മറൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഖുർആനിൻ്റെ കേസ് അങ്ങനെയാണോ? അല്ല. എത്രയോ ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഖുർആൻ മെമ്മറൈസ് ചെയ്യുന്നു, അതിനുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു വേ ഓഫ് സംരക്ഷണം. കാണാപ്പാഠം പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്നത്, അതുവഴി ജീവിതത്തിൽ ആക്ഷൻ കൊണ്ടുവരുന്നത്, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ വായനയിൽ കൂടിയും ഉണ്ട് സംരക്ഷണം. അതാണ് നമ്മൾ പല പല ഖിറാഅത്തുകളായി നമ്മൾ കീപ്പ് ചെയ്യുന്നതും അതിൻ്റേതായ നിയമങ്ങൾ ഫോളോ ചെയ്ത് നമ്മൾ ഓതണമെന്ന് പറയുന്നതും. അതായത് ഹഫ്സ് റെസിറ്റേഷൻ്റെ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കെ അടുത്ത റെസിറ്റേഷനിൽ പോയ ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് പിന്നെ ഏത് ഓതണമെന്നറിയില്ല, ഒരു സമയം 2 ഹർക്കത്ത് മദ്ദുൽ മുൻഫസിൽ ഓതി, അടുത്തതിൽ 4 ഓതി, അടുത്തതിൽ 6 ഓതി. ഓക്കെ, ഇതൊക്കെ അലൗഡാണ്. പക്ഷേ എല്ലാം എന്താണ്, ഒരുമിച്ച് അലൗഡാണോ? അല്ല. പഠനവും അതിൽ പെടൂലേ? പഠനം പ്രിസർവേഷനിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ, ഡയറക്റ്റ് പ്രിസർവേഷൻ്റെ ഭാഗമാകുന്നല്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പ്രിസർവേഷൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ പഠനം ഒരു പ്രിസർവേഷൻ ആണോ എന്നുള്ളത് എനിക്കത് കൃത്യമായിട്ട് അതിൻ്റെ എനിക്ക് യെസ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എനിക്ക് അതിൻ്റെ നോളജ് ഇല്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും മനസ്സിലാക്കിയതോ ഞാൻ ആരിൽ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കണം പ്രൂഫായിട്ട്. അപ്പോൾ എനിക്കത് പറയാൻ സാധിക്കില്ല. പക്ഷേ യെസ്, തജ്വീദ് എന്താണ്, ഓടി പാരായണം ചെയ്യൽ എന്ന് പറയും, അല്ലെങ്കിൽ തജ്വീദ് നമ്മൾ പാരായണത്തിനായി പഠിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ശരി. അപ്പോൾ ഫർദ് ഐൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഓരോരുത്തരുടെ മേലിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാത്തിനും എവിഡൻസ് വേണം. ഖുർആനിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 2 സ്ട്രെയിറ്റ് എവിഡൻസുകൾ 2 എണ്ണം തന്നെയുണ്ട്. ഒന്ന് തെർത്തീല എന്നൊരു വേർഡ്, ഒരു കണ്ടീഷണൽ ക്ലോസ് വച്ചിട്ടുള്ളത് ഒന്ന്. രണ്ടാമത്തത് ഈ ഹക്ക തിലാവ എന്ന് പറയുന്നത്. തിലാവയുടെ കേസ് പറയുമ്പോൾ യത്ലൂനഹു ഹക്ക തിലാവ, കണ്ടോ, യത്ലൂനഹു ഹക്ക തിലാവ. അപ്പോൾ തിലാവയുടെ, അതായത് ശരിയായ തിലാവ. എന്താണ് ശരിയായ തിലാവ? അതായത് ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം നമുക്ക് പാരായണം എങ്ങനെയെങ്കിലും ചെയ്യാൻ പാടില്ല. അത് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില ക്ലൂസ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ചെയ്യണം, ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് വെക്കാം. പിന്നെ നമ്മുടെ സുന്ന, നമ്മൾ പല നറേഷൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു സിറ്റുവേഷൻ പറയുന്നത്, ഒരിക്കൽ ഇബിൻ മസൂദ് റളിയല്ലാഹു അൻഹു ഒരു ഹലക്ക ചെയ്യുമല്ലോ ആ സമയത്ത് അവർ. അപ്പോൾ ആ ഒരു ഹലക്കയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പാരായണം ചെയ്യുകയും, സൂറത്തുൽ തൗബയാണോ സൂറത്തുൽ ഫുർഖാനാണെന്ന് അറിയില്ല, ഐ തിങ്ക് സൂറത്തുൽ തൗബയുടെ ഒരു ഭാഗമാണെന്നാണ് വിശ്വാസം. ഓക്കെ, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് വായിച്ചു. ഓക്കെ, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. അങ്ങനെ വായിക്കുമ്പോൾ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെയല്ല പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചത്? അപ്പോൾ പറയുന്നു, ഇത് വായിക്കേണ്ടത് ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മദ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതായത് ലിൽ ഫുഖറാഇ അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്ത് കറക്ഷനാണ് നൽകിയത്? ഒരു അഹ്കാമിൻ്റെ കറക്ഷൻ ആയിരുന്നു അല്ലേ. ഫുഖറാഇ, അവിടെ അലിഫിന് ശേഷം ഹംസ വന്നതുകൊണ്ട് നമുക്ക് എന്താണ്, മദ്ദുൽ മുത്തസിലാണ്. 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം എന്ന് നമ്മൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യും. പക്ഷെ അന്ന് അവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഇങ്ങനെയാണ്. അതായത്
തജ്വീദോട് കൂടി തന്നെയാണ് ഖുർആൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഖുർആൻ അന്ന് പഠിപ്പിച്ചിരുന്നത് എന്നതിന് ഒരു വലിയൊരു തെളിവാണ് ഈ ഒരു നറേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി സലമ റളിയല്ലാഹു അൻഹയോട് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ റിപ്ലൈ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ റെസിറ്റേഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റെസിറ്റേഷൻ എന്ന് പറയുന്നത് തഹ്ഖീഖ് മെത്തേഡായിരുന്നു. എന്താണ് തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ? തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും ക്ലിയർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ സാധിക്കുമായിരുന്നു. അതായത് സ്ലോ ആയിരുന്നു വേണം നമുക്കതിൽ മനസ്സിലാക്കാൻ. ഓക്കെ, പിന്നെ ഓരോ അക്ഷരവും നമുക്ക് ക്ലിയർ ആയിരുന്നു. ഓക്കെ, ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചില സമയം പാരായണം ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മൾ തജ്വീദ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് പഠിക്കുന്ന വ്യക്തി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം തജ്വീദ് വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിലത്തെ സിറ്റുവേഷൻ ചില സമയം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നും. ഒരു തജ്വീദ് പഠിച്ച ഒരു വ്യക്തി ഒരു തജ്വീദോട് കൂടി പാരായണം ചെയ്യാത്ത ഒരു നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ല. അതിനെ ഡിസ്ലൈക്ക് കാറ്റഗറിയിലാണ് സ്കോളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇമാം, നമുക്കറിയാം എല്ലാവരും തജ്വീദോട് കൂടി പാരായണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിർബന്ധം ഇല്ല ഇൻ ദ സെൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത്, നമുക്ക് ചില മസ്ജിദിലൊക്കെ പോകുമ്പോൾ ചില സ്കോളേഴ്സ് റിസൈറ്റ് ചെയ്യുമ്പോൾ അവർ തജ്വീദോട് കൂടി ആയിരിക്കാം, അല്ലാതായിരിക്കാം. പക്ഷേ നിങ്ങൾ തജ്വീദ് പഠിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ അവരുടെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല. അത് ഡിസ്ലൈക്ഡ് കാറ്റഗറിയിലാണ്. അണ്ടർസ്റ്റുഡ്? സോ അത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അതിന് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്തിന് തെളിവായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം? തജ്വീദോട് കൂടി ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ തജ്വീദോട് കൂടി നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് വെർച്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ അജിറെന്ന് പറയാൻ സാധിക്കില്ല, നമുക്ക് എന്തൊക്കെ ഒരു പ്ലസ് പോയിൻറ്റ്സ് കിട്ടും എന്ന് പറയാം. എന്തൊക്കെ പ്ലസ് പോയിൻറ്റ്സ് ആവും നമുക്ക് തജ്വീദ് പഠിക്കുന്നത് വഴി കിട്ടുക? ഒന്ന്, നമുക്ക് നമ്മുടെ സുന്ന ഫോളോ ചെയ്യണം, അല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഓതണം എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കമാൻഡ് തരുന്നുണ്ട്. നമുക്ക് കമാൻഡ് എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശരിയായ റൂളിംഗ് വെച്ചാൽ മറ്റ് എവിടെയെങ്കിലും ഇത് നിർബന്ധം അല്ല എന്ന് പറയുന്നില്ല. ഓതേണ്ടുന്ന രീതിയിൽ ഓതുക എന്ന് രണ്ടിടത്ത് പറയുന്നിടത്തും മറ്റ് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഖുർആൻ ഓദിക്കോ എന്ന് പറയുന്നില്ല. എല്ലായിടത്തും എന്താണ്, ഒരു കണ്ടീഷനുണ്ട്. ഓതേണ്ടുന്ന രീതി, ഹഖ തിലാവ, ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഡയറക്റ്റ് കമാൻഡ് തന്നെയാണ്, റൈറ്റ്? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഒബേ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ തജ്വീദ് പഠിക്കുന്നതിൽ കൂടി, അല്ലെങ്കിൽ തജ്വീദോട് കൂടി പാരായണം ചെയ്യുന്നതിൽ കൂടി. അപ്പോൾ തജ്വീദ് അള്ളാഹുവിൻ്റെ എന്താണ് ഒരു കമാൻഡിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, ഒബേ ചെയ്യുന്നു, നമ്മൾ അനുസരിക്കുന്നു, നമ്മൾ സുന്ന ഫോളോ ചെയ്യുന്നു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തജ്വീദ് പഠിച്ച ഒരു കാലഘട്ടവും പഠിക്കാത്ത കാലഘട്ടവും നിങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ തജ്വീദോട് കൂടി പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ അക്ഷരവും നമുക്ക് പല സ്പീഡിൽ ഓതാമെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സാധാരണ സ്പീഡ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ റിസൈറ്റ് പാരായണം ചെയ്യുമ്പോൾ, അല്ലേ? ആ ഒരു സ്പീഡിൽ നമ്മൾ തജ്വീദോട് കൂടി പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു ഹക്കോട് കൂടി നമ്മൾ ഓതുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ മെൻ്റൽ ഒരു കണക്ഷൻ നമുക്ക് ചില സമയം ഫീൽ ആകാറുണ്ട്. ചില സമയം നമുക്ക് വല്ലാതെ അത് നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്ത് നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും, അല്ലേ? സോ അങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തജ്വീദോട് കൂടി പാരായണം ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കും. ഓക്കെ, പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തജ്വീദ് കൂടി നമ്മൾ പാരായണം ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ അത് നമ്മൾ ആ നോളജ് നമ്മൾ ഷെയർ ചെയ്യുന്നത് വഴി, ബാക്കിയുള്ളവരെ അതിലേക്ക് നയിക്കുന്നത് വഴി നമ്മൾ എന്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്? ഖുർആനിൻ്റെ പ്രിസർവേഷൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തജ്വീദിന് സ്കോളേഴ്സ് ഏറ്റവും കൂടുതൽ ഒരു റീസൺ ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തജ്വീദരോട് കൂടി ഖുർആൻ പാരായണം ചെയ്യണം എന്നൊരു കണ്ടീഷൻ വെക്കാൻ ഒരു കാരണം അന്വേഷിക്കുമല്ലോ.
ഓക്കെ. അപ്പോൾ നമുക്കറിയാം എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും അറബിക് ഭാഷയല്ല സംസാരിക്കുന്നത്. അറബ്സും ഉണ്ട്, നോൺ അറബ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ നോൺ അറബ്സ് അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലാക്കണം? ഇവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ തജ്വീദിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് തജ്വീദ് വന്നത്? ഓക്കെ, എങ്ങനെയാണ് തജ്വീദ് വന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കുക സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് തജ്വീദ് അന്ന് ഉണ്ടായിരുന്ന സമയം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഖുർആൻ ഇറക്കിയപ്പോൾ തന്നെ തജ്വീദോട് കൂടി അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെടുന്നു, അങ്ങനെ തന്നെ അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഖുർആൻ സഹാബമാരൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, താബിഈനിലേക്ക് പോകുന്നു, താബിഈനിൽ നിന്നും താബിഈനിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടം, 4ാമത്തെ ജനറേഷൻ, അല്ലേ? ആ സമയത്താണ് ഈ ഡോക്യുമെൻറ്റേഷൻ എറ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ബ്ലൂം എന്നൊക്കെ പറയുന്ന ഒരു പീരീഡ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട്? ആ സമയത്താണ് പേപ്പറിൻ്റെ കണ്ടുപിടുത്തം, പേന, മഷി, എഴുത്ത്. പക്ഷെ എഴുത്തെന്ന് പറയാൻ സാധിക്കില്ല, കാരണം അറബ് പീരീഡ്, അറബ് വംശം എന്ന് പറയുന്നത് അവർ ഈ ലിറ്ററേച്ചറിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഭാഷാപരമായ അറിവിൽ അവർ ഒരു പഠിക്കുന്നതിൻ്റെ ഫീൽഡിൽ അവർ വളരെ ഹൈ സ്റ്റേറ്റസിലായിരുന്നു. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വഹ്യി ലഭിച്ചാൽ തന്നെ ഉടനെ എഴുതി സൂക്ഷിക്കുമായിരുന്നു പലതിൽ. അതായത് ഈ എല്ലിൽ അല്ലെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുന്ന പല മെറ്റീരിയൽസ് അന്ന് ഉണ്ടായിരുന്നു. ഷോൾഡർ ബോൺസ് ഉണ്ടായിരുന്നു, പിന്നെ പാം ലീവ്സ്, പനയോലകളിൽ, പിന്നെ കല്ലുകളിൽ, പിന്നെ നമ്മുടെ ഈ ടാൻഡ് ലെതറൊക്കെ പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്ത് തോലിൽ, അതിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആ സമയത്ത് 60ഓളം സ്ക്രൈബുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ഒരു ചെറിയ സ്ഥലത്ത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ അവിടെ എന്നാ പറയുന്നത്, റെക്കോർഡ്സിൽ പറയുന്നത് 60ഓളം സ്ക്രൈബുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത സ്ക്രൈബ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്നതിൽ ഏറ്റവും കൂടുതൽ എഴുതിയിരുന്നത് എഴുതാനുള്ള ഒരു ചാൻസ് ലഭിച്ചത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അണ്ടർസ്റ്റുഡ്? സോ അറബ് വംശം അത്രത്തോളം പ്രോഗ്രസീവ് ആയിരുന്നു ലിറ്ററേച്ചറിൽ. പക്ഷേ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് ആദ്യം മുതലേ ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? കാരണം അറബ്സ് നമുക്കറിയാം ഭയങ്കര അവരുടെ മെമ്മറി പവർ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അവർ എഴുതി സൂക്ഷിക്കുന്നതിനേക്കാൾ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ കോണ്ടാക്ട്സ് മനസ്സിൽ സൂക്ഷിക്കുമോ? ഫോർ എക്സാമ്പിൾ വളരെ അടുത്ത, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മക്കളുടേതാണെങ്കിൽ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ മാത്രമേ എൻ്റെ കുട്ടികൾക്ക് അറിയാവൂ, വേറെ ആരുടെ നമ്പർ അവർക്ക് കാണാതെ അറിയില്ലായിരിക്കും. എന്നാൽ നമ്മുടെ കാലഘട്ടം ആലോചിച്ച് നോക്കിയേ, നമുക്ക് എത്രയോ കോണ്ടാക്ട് നമ്പേഴ്സ് നമുക്ക് കാണാതെ അറിയാമായിരുന്നു, അല്ലേ? അന്ന് ലാൻഡ് ലൈൻ നമ്പർ ആണെങ്കിലോ, മൊബൈലൊക്കെ തുടങ്ങിയ കാലഘട്ടമുള്ളൂ, എന്നാലും ലാൻഡ് ലൈൻ നമ്പർ ആണെങ്കിലും എത്രയോ പേരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് നമുക്ക് അറിയാമായിരുന്നു, അല്ലേ? അതായത് കാലഘട്ടം മാറും തോറും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. ഇപ്പം നമുക്കാണെങ്കിലും മിക്കവാറും ആരുടെ ആണെങ്കിലും ചില സമയം നമ്മുടെ പാരൻസിൻ്റെ ആണെങ്കിലും പോലും ചിലപ്പോൾ നമുക്ക് കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അതുപോലെ കാലഘട്ടം മാറും തോറും അതേ നമുക്ക് എന്തിൻ്റെയാണ് ആവശ്യം എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മൾ കാണാതെ പഠിക്കുന്നത് ഓരോ കാര്യവും. അപ്പോൾ അറബ്സിൻ്റെ കേസ് എടുത്താൽ അവർക്ക് കാണാതെ പഠിക്കുന്നതായിരുന്നു പ്രാധാന്യം, അവർക്ക് എഴുതി സൂക്ഷിക്കുന്നത് പ്രാധാന്യം അന്ന് കൽപ്പിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ജനറേഷനിലുള്ള കാലം ഒരു ഡോക്യുമെൻറ്റേഷനും ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യുന്നതിനെ പറ്റിയോ എന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തിനെ പറ്റിയെന്നറിയോ? അറബിക് ഗ്രാമറിനെ പറ്റി. കാരണം ഗ്രമാറ്റിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഇവർ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഇവർ ഒരുപാട് അതിൽ ഇമ്പോർട്ടൻസ് എല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ അവരന്ന് ഗ്രാമാറ്റിക്കൽ ടെക്സ്റ്റൊക്കെ ഒരുപാട് മുന്നേ ഇറങ്ങിയിരുന്നു. എന്നാൽ തജ്വീദിന് പരമായിട്ട് ഒരു ബുക്ക് ഇറങ്ങുന്നത് ആഫ്റ്റർ 250 ഇയേഴ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ 300 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബു മുസാഹിം അൽ ഖാഖാനി റഹിമഹുല്ലാ എന്ന് പറയുന്ന ഒരു സ്കോളറാണ് ആദ്യമായിട്ട് തജ്വീദിനെ പറ്റി ഒരു ബുക്ക് എഴുതുന്നത്. അതൊരു പദ്യമാണ്, ഖസീദത്തുൽ ഖാഖാനിയ എന്ന് പറയുന്ന ഒരു പോയമാണ് ആദ്യമായി തജ്വീദിനെ എഴുതുന്നത്. അതിന് മുന്നേ തജ്വീദ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ്ലി തജ്വീദിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ബുക്കായിരുന്നില്ല.
കംപ്ലീറ്റ്ലി തജ്വീദിനെ പറ്റി ഫസ്റ്റ് ഒരെണ്ണം ഇറങ്ങുന്നത് ഈ ഒരു പോയമായിരുന്നു ഖസീദത്തുൽ ഖാഖാനിയ. അണ്ടർസ്റ്റുഡ്. സോ അതായത് 200-ാമത്തെ അല്ലെങ്കിൽ 300-ാമത്തെ ആഫ്റ്റർ ഹിജ്രിയിലാണ് ആദ്യമായിട്ടൊരു തജ്വീദ് എന്നൊരു ശാസ്ത്രം പൊങ്ങി വരുന്നത്. അന്നും അതിൻ്റെ പേര് തജ്വീദ് എന്നായിരുന്നില്ല. അവിടെ ആ ഒരു പോയത്തിനകത്ത് ഇമാം ഖാഖാനി റഹ്മഹുള്ള പറയുന്ന പേര് ഹുസ്നുൽ അദാ എന്നായിരുന്നു. നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഹുസ്നുൽ അദാ അല്ലേ, ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയാക്കലാണ്. അദാ നമ്മുടെ പാരായണ രീതി ഭംഗിയാക്കലാണ്. അണ്ടർസ്റ്റുഡ്. സോ അങ്ങനെ ഇവോൾവ് ചെയ്ത് തുടങ്ങിയ ഒരു ശാഖയാണ് തജ്വീദ് എന്ന് പറയാം. എങ്ങനെ? തിയറട്ടിക്കലി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇടയിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് വേറെ കാര്യത്തിലേക്ക് പോയതാണ്. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്കൊരു നോളജ് ഷെയർ ചെയ്താൽ അതിൻ്റെ ലിങ്ക് ബാക്കിലേക്ക് പോയി ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യും. എന്തുകൊണ്ട്? തജ്വീദ് തിയറട്ടിക്കൽ വശം പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നറേഷൻസ് എല്ലാം. അതായത് തജ്വീദ് 2 തരത്തിലുണ്ട്. തിയറട്ടിക്കൽ വശത്തിലുള്ള തജ്വീദും ഉണ്ട്, പിന്നെന്തുണ്ട്? പ്രാക്ടിക്കൽ വശത്തിലുള്ള തജ്വീദും ഉണ്ട്. തജ്വീദോട് കൂടി പാരായണം ചെയ്യൽ എന്നൊരു പരിപാടിയും ഉണ്ട്, തജ്വീദ് പഠിക്കൽ എന്നൊരു പരിപാടിയും തജ്വീദിൻ്റെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഇതിൽ തജ്വീദോട് കൂടി പാരായണം ചെയ്യലാണ് ഫർദുൽ ഐൻ, ഓരോരുത്തരുടെ മേലിലും നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാസിമാണ്, വേറെ വഴിയില്ല ഖുർആൻ പാരായണം ചെയ്യാൻ വിത്ത് തജ്വീദ്. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഓക്കെ, ഇനി 2ാമത്തത് എന്താണ്? തജ്വീദിൻ്റെ പഠനം. മനസ്സിലായോ? തജ്വീദിൻ്റെ പഠനമാണ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നത്? നമ്മുടെ ഖസീദത്തുൽ ഖാഖാനിയ. അതിന് മുന്നേ തജ്വീദിക്ക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് ഇമാം അബൂ ഉബൈദുൽ ഖാസിം ഇബിൻ സല്ലാം ഒരു അൽ കിതാബ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയും ഈ ഞാൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി തജ്വീദിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു ബുക്കല്ല. അതിനുശേഷം പല ബുക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്നു. കാരണം ഇമാം ഒരു തജ്വീദ് എന്ന് പറഞ്ഞ പുതിയ ശാസ്ത്രം പുറപ്പെടുവിച്ചല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആകാൻ തുടങ്ങിയതും. നമുക്കടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിലിൽ പോകണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് ഈ ഡോക്യുമെൻറ്റേഷൻ കാലഘട്ടത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ.
അപ്പോൾ ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എന്ത് സംഭവിച്ചു? അറബ്സ് മാത്രമല്ല നോൺ അറബ്സും എന്തായി? ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയതിൽ നിന്നും നമുക്കറിയാമ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ കേസ് തന്നെ എടുത്താലും നമുക്ക് ഹ എന്നൊരു അക്ഷരം മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാൽ അറബിക്കിലാണെങ്കിലോ ആ ഒരു ജനസിൽ വരുന്ന 2 അക്ഷരമുണ്ട്. ഏതൊക്കെ? ഹായും ഉണ്ട്, ഹായും ഉണ്ട്. ഹായും ഉണ്ട്, ഹായും ഉണ്ട്. അപ്പോൾ ഇതിന് ഏതായിരിക്കും ഈ 2 അക്ഷരത്തിൽ ഏതായിരിക്കും നമ്മുടെ മലയാളത്തിലെ ഹ വരിക? ആദ്യം ഞാൻ പറഞ്ഞത് ഹ, രണ്ടാമത് പറഞ്ഞത് ഹ. അതെ, നമുക്ക് രണ്ടാണെന്നും പറയാൻ സാധിക്കില്ല അല്ലേ? രണ്ടിനും ഹായാണ് കൂടുതൽ. നമ്മൾ ഹ എന്നാണ് പറയുക. നമ്മൾ ഹ എന്നല്ലേ പറയുള്ളൂ. ഹ. ഒരു വാക്ക് വേറൊന്നും ഓർമ്മ അത് ഹനുമാൻ. ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹ ഹ. നമ്മൾ ഹ എന്ന് നമ്മൾ എക്സാക്റ്റ് മഖ്റജ് ഓഫ് ഹംസ പറയില്ല. പകരം അല്ലെങ്കിൽ നമ്മൾ ഐനിൻ്റെയോ ഹായുടെയോ മഖ്റജ് നമ്മൾ യൂസ് ചെയ്യില്ല. രണ്ടിനും ഇടയിലായിരിക്കും. ഇപ്പം നമ്മൾ മലയാളത്തിലെ ആ തന്നെ എടുത്താലും നമ്മൾ ആ ആ ആ ആ എന്ന് പറയണത് ഒരിക്കലും അത് ഹംസ അക്സൽ ഹൽക്ക് കൊണ്ട് നമ്മൾ പറയുന്നതല്ല. ഇത് രണ്ടിനും ഇടയിലാണ് ഒരു പ്ലേസ് വരുന്നത് അല്ലേ? ആ ആ എന്ന് പറയുന്നത് നമ്മൾ അറബിക്കിൽ പറയുന്ന പോലെ ആ എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഹംസ അല്ല. ഓൾമോസ്റ്റ് ക്ലോസർ എന്നേ പറയാൻ സാധിക്കുള്ളൂ. സോ അതേപോലെ അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക്? പക്ഷേ എന്നാൽ അറബിക്കിൽ ഹായ് ഉണ്ട്, ഹായ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ വായിക്കുമ്പോൾ ഒരു തജ്വീദ് അറിയാത്ത ഒരാൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുക? ഹ എന്നായിരിക്കും വായിക്കുക അല്ലേ? അപ്പോൾ എന്തായി? ഒരക്ഷരം ചേഞ്ചായി അല്ലേ? ഹായ്ക്ക് ഹായോ, ഹായ്ക്ക് ഹായോ, അല്ലെങ്കിൽ ഐനിനും ഹംസയ്ക്കും കൂടി ഒരക്ഷരമോ ബോധെന്നുള്ള അക്ഷരം വേറെ ഒരൊറ്റ ഭാഷയിലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മലയാളത്തിലാണെങ്കിൽ വോ സൗണ്ടിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നൊരു സൗണ്ട് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഹെവി ലാമിൻ്റെ അല്ലോ എന്നൊക്കെ പറയണത് നമുക്ക് മലയാളത്തിൽ ളായേ ഉള്ളൂ. പക്ഷേ ലോ എന്നൊരു ശബ്ദം നമുക്ക് മലയാളത്തിൽ ഇല്ലാതാനും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സോ അങ്ങനെ ഇരിക്കെ സ്കോളേഴ്സ് എന്ത് പറഞ്ഞു, എന്ത് മനസ്സിലാക്കി? നമ്മൾ പ്രോപ്പർ ആർട്ടിക്കുലേഷൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു റെസിറ്റേഷൻ ഭംഗിയാവില്ല, അല്ലെങ്കിൽ റെസിറ്റേഷൻ പ്രോപ്പർ ആവില്ല. ഖുർആനിൻ്റെ മീനിങ് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻ സംഭവിക്കും എന്ന് കരുതി അക്കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്കോളേഴ്സായ ഖലീൽ ഇബ്ൻ അഹ്മദ് അൽ ഫറാഹിദി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അബു ഉബൈദ് അൽ ഖാസിം ഇബിൻ സല്ലാം, യഹ്യ ഇബിൻ യഅ്മർ, ഇങ്ങനെയുള്ള കുറേ സ്കോളേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ? സോ അവരെല്ലാം കൂടി ആണ് അവരാദ്യം എന്തുണ്ടാക്കുന്നത്? ഒരു സെറ്റ് ഓഫ് റൂളിങ്സ്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന രീതി, അല്ലെങ്കിൽ ഫസ്റ്റ് തജ്വീദ് എന്നുള്ള ഒരു ശാഖയുമായിട്ട്. ഞാൻ പറഞ്ഞു അന്ന് തജ്വീദ് എന്ന പേര് പോലും ഇല്ല. ഓക്കെ, അന്ന് പല പേരുകളാണ് ഉപയോഗിച്ചത്. തജ്വീദ് എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇമാം അബൂബക്കർ ബിൻ മുജാഹിദ്, അദ്ദേഹത്തിൻ്റെ സബാ ഖിറാഅ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് റെസിറ്റേഷൻ തജ്വീദോട് കൂടി ഇരിക്കണം എന്നൊരു ടേം. തജ്വീദ് എന്ന ടേം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ യൂസ് ചെയ്തിരുന്ന ഒരു ടേം അല്ല. സോ അങ്ങനെയാണ് തജ്വീദ് എന്ന ഒരു പേര് തന്നെ ഇവോൾവ് ചെയ്ത് വരുന്നത് എത്രയോ കാലത്തിന് ശേഷമാണ്. ഓക്കെ, സോ അങ്ങനെ മഖാരിജിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ പോയും ഡാലും തായും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ സുഫത്തുകളാണ് വ്യത്യാസം, അതിൻ്റെ ക്വാളിറ്റീസാണ്, അതിൻ്റെ ക്യാരക്ടേഴ്സാണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? തജ്വീദ് ഇങ്ങനെ പതിയെ തജ്വീദ് ആദ്യമേ ഉണ്ട്, അതിൽ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? തിയറട്ടിക്കൽ തജ്വീദാണ്. തജ്വീദ് ഇൽമി, അമലിയല്ല. അമൽ ആദ്യം മുതലേ ഉണ്ട്, ഫോളോ ചെയ്യണം, നിർബന്ധമാണ്, ഫർദുൽ ഐനാണ്, അതിനൊന്നും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ഇത് അങ്ങനെ തജ്വീദ് മെല്ലെ തജ്വീദിൻ്റെ ഏത് സിറ്റുവേഷനാണ്? തജ്വീദിൻ്റെ നവരി പഠിക്കൽ, തിയറട്ടിക്കൽ വശം അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതെ. സോ തജ്വീദ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു, ഓരോ ചാപ്റ്റേഴ്സായി. അപ്പോൾ ലെറ്റേഴ്സ് കഴിഞ്ഞു, അഹ്കാമായി, അതായത് 2 ലെറ്റേഴ്സ് ചേർന്ന് വന്നാൽ എങ്ങനെ അത് അവ പെരുമാറുന്നു. അങ്ങനെ നോളജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഇത്രയും, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 1400 പീരീഡിന് ശേഷവും തജ്വീദ് ഇങ്ങനെ ഓരോ പുതിയ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാവോ? നിങ്ങൾ തജ്വീദ് പഠിച്ച സമയത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വളരെ നാളിന് ശേഷം, വളരെ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ പുതിയൊരു കാര്യം തജ്വീദിൻ്റെ ഭാഗത്ത് നിന്നും പഠിച്ചു. അങ്ങനെ എക്സാമ്പിൾ പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? നിങ്ങൾ തജ്വീദ് പഠിക്കുമ്പോൾ
ഈ ഒരു കാര്യം തജ്വീദിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചില്ല. പക്ഷേ വളരെ റീസെൻ്റായിട്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കി. നബർ, വെരി ഗുഡ്. നബറാണ് ഏറ്റവും എൻ്റെ ഒരു നോളജിലും ഒരു വലിയൊരു, നമ്മൾ ആദ്യം നബർ നമ്മൾ ഫസ്റ്റ് തജ്വീദ് പഠിക്കുമ്പോൾ, അതായത് ഞാൻ പഠിച്ചിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 7 to 8 years ആവുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് നബർ ആകെ 5 സിറ്റുവേഷനിൽ ഒതുങ്ങുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ. വളരെ നമ്മൾ എന്താ പറയുക, സിറ്റുവേഷണലായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു നബർ. 5 സിറ്റുവേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്നോ നമ്മൾ ഓരോ വാക്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നബർ മാറി. അത് അതിൻ്റെ പല ഡിഗ്രിയിൽ അല്ലേ, അതൊരു വലിയ ചാപ്റ്ററായിട്ട് മാറി. അദാ ഓഫ് റെസിറ്റേഷനിൽ വരുന്ന ഒരു മെയിൻ സംഭവമായിട്ട് നബർ മാറി. മറ്റെന്തെങ്കിലും ഉണ്ടോ? നബർ അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് സിഫത്തുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പണ്ടൊന്നും നമ്മൾ ഈ ഇമാം ഇബ്നുൽ ജസരി മുഖദ്ദിമത്തുൽ ജസരിയിൽ മാത്രം പറഞ്ഞ കുറച്ച് സിഫത്തുകളെ ഉണ്ട്. ഈവൻ നബർ ആണെങ്കിൽ പോലും ഇമാം ഇബ്നുൽ ജസരി പറയണില്ല, അതൊരു സിഫ തന്നെയാണ്. ഓക്കെ, അതിനൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ നഫഖ് എന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹഫ എന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിന് നമ്മുടെ റെസിറ്റേഷൻ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തിയറട്ടിക്കൽ വശങ്ങൾ തജ്വീദിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും കണ്ടിന്യൂ ചെയ്തു പോകുന്നതും ഇത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അതായത് തജ്വീദ് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൻ്റെ പാരായണം എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എത്രത്തോളം കൃത്യമാക്കാൻ സാധിക്കുമോ അതിന് ഉതകുന്ന രീതിയിൽ തജ്വീദിൻ്റെ ശാസ്ത്രം ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിയമം? തജ്വീദിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഖുർആൻ പാരായണം തജ്വീദോട് കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷേ ഈ തിയറട്ടിക്കൽ വശങ്ങൾ പഠിക്കുന്നത് നിർബന്ധമാണോ? തിയറട്ടിക്കൽ വശങ്ങൾ പഠിക്കുന്നത് നിർബന്ധമാണോ? അല്ല, അല്ലേ? പിന്നെ അത് ഏത് നിയമത്തിൽ വരുന്നു അറിയോ? ഫർദ് കിഫായ. എന്താ ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ? അത് ഒരു കമ്മ്യൂണൽ ഓബ്ലിഗേഷനാണ്. ഏതുപോലെ? നമ്മുടെ ജനാസ പ്രേയറൊക്കെ പോലെ ഒരു സമൂഹത്തിൻ്റെ മേലെ ബാധ്യത ആക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് തജ്വീദിനെ പറ്റി പഠിക്കൽ, തജ്വീദിൻ്റെ നിയമവശങ്ങൾ പഠിക്കൽ. പക്ഷേ ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ പദ്യത്തിൽ പറയുന്നത് എല്ലാ റിസൈറ്റേഴ്സും എല്ലാ ഖാരീസും എന്താ ചെയ്തിരിക്കണം? ഈ ഒരു നോളജ് കരസ്ഥമാക്കിയിരിക്കണം എന്നാണ് ഇമാം പറയുന്നത്. കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്, നമുക്കത് ലേറ്റർ, അത് ഇവിടെ നമുക്ക് വരുന്ന ടോപ്പിക്കല്ല. എനിവേസ്, അതായത് സമൂഹത്തിലെ ഒരാൾ ചെയ്തിരുന്നാൽ എന്താണ്? ആ സമൂഹം മുഴുവനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ആരും ചെയ്തില്ല എങ്കിൽ സമൂഹം പൂർണ്ണമായും ആ ഒരു ശിക്ഷയ്ക്ക് പാത്രമാകും അല്ലേ. അപ്പോൾ ഇതാണ് തജ്വീദിൻ്റെ തിയറട്ടിക്കൽ വശത്തിനെ പറ്റിയുള്ള നോളജ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിലേക്ക് വരാം. എല്ലാവർക്കും ഉള്ള സംശയമാണ് തജ്വീദ് ഭയങ്കര ഹാർഡാണ് അല്ലേ, തജ്വീദ് ഭയങ്കര കട്ടിയുള്ള ഒരു ടോപ്പിക്കാണ്, എങ്ങനെ ഞാൻ തജ്വീദ് പഠിച്ച് കഴിയും എന്നൊക്കെ ഒരു സംശയം എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സോ അത് നമ്മൾ ചെയ്ത് തുടങ്ങണം. ഫസ്റ്റ് ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്കാണ് നടന്നു പോവുകയാണെങ്കിൽ ആദ്യം ഞാൻ കാലെടുത്ത് വെച്ചാൽ മാത്രമേ ദൂരം കുറയുള്ളൂ. അപ്പം ഞാൻ കാലെടുത്ത് വെക്കാതെ അവിടെ നിന്നിട്ട് ഇത്രയും ദൂരമുണ്ട്, ഞാനിത് എന്ന് ക്രോസ് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ വീണ്ടും നിൽക്കും. നമ്മൾ കാലെടുത്ത് വെക്കുക, അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. അതായത് നമ്മൾ പാരായണം ചെയ്യുകയാണോ അല്ലെങ്കിൽ തജ്വീദ് പഠിക്കലാണോ, ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്ലാന് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. നമ്മളൊരു ഫിക്സഡ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഈസിയാണ്. അതായത് നമ്മൾ ഫിക്സഡ് പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? പ്രോപ്പർ നീയത്ത് നമുക്കുണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ എപ്പോഴും നമുക്കൊരു വണ്ടിയിൽ അടിക്കുന്ന പെട്രോൾ പോലെയാണ്. എന്താണ്? അതില്ല എങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ആ സ്ട്രോങ് ഇൻറ്റൻഷൻ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. മെല്ലെ നമുക്ക് അത് കടന്ന് നമ്മളൊരു പോയിന്റിൽ അങ്ങ് എത്തും. കാരണം ഇത് ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല അല്ലേ. തജ്വീദിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഡിഫിക്കൽട്ടി ഫസ്റ്റ് ടൈമിൽ ഉണ്ടാവും. പക്ഷേ ഇമാം ഇബ്നുൽ ജസരി തന്നെ അതിൽ പറയുന്നുണ്ട് അവസാനം, വലൈസ ബൈനഹു വ ബൈന തർക്കിഹി ഇല്ലാ റിയാദത്തുൻ ഇംറിഇൻ ബിഫഖിഹി. അതായത് നമ്മൾ എന്ത് കാര്യവും നമ്മൾ പകുതിക്കിട്ട് പോകരുത്.
നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ പ്രാക്ടീസിങ് ആണെങ്കിലോ, നിങ്ങൾ റെസിറ്റേഷൻ ആണെങ്കിലോ, തിലാവയാണെങ്കിലോ എല്ലാം നിങ്ങൾ മുഴുമിപ്പിക്കുക. എന്നിട്ട് എന്ത് നിങ്ങൾ മറന്നു പോകരുത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം എന്ന് ഇമാം ഇത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു തജ്വീദ് എന്ന ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ടീച്ചറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ട് അതിനുള്ള ലൈസൻസ് ഉള്ള ഒരു ടീച്ചറെ തന്നെ നമ്മൾ കണ്ടെത്തി, ഏത് നോളജ് ആണെങ്കിലും നിങ്ങൾ കണ്ടെത്തി തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ ഫ്രീ കോഴ്സ് കണ്ടിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. ആ ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു സ്ട്രോങ് സോഴ്സിൽ നിന്ന് തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ലേണിംഗ് മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എല്ലാവർക്കും ഒരേപോലുള്ള ലേണിംഗ് മെത്തേഡ് ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് വീഡിയോസ് കാണുന്നതായിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് എക്സ്പ്ലനേഷൻ കേൾക്കുന്നതായിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കലായിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് കേട്ട് മനസ്സിലാക്കലായിരിക്കും എളുപ്പം. സോ നിങ്ങളുടെ വേ ഓഫ് പ്രോസസ്സ് എന്താണെന്നുള്ളത് ടീച്ചർ പഠിപ്പിക്കുന്നത് ഇപ്പം ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ടീച്ചറിനെ പറഞ്ഞു തരാനും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് കാണിച്ചു തരാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ പഠിക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴികൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സമയത്തിൻ്റെ ലിമിറ്റ് എത്രയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ സമയം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കാണും. എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് അല്പം കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് എത്രയാണ്, ഏതൊക്കെ ടൈം നമുക്ക് പഠിത്തത്തിനായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കും, ഇങ്ങനെ ഒരു പ്ലാന് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ടീച്ചറിനെ സെലക്ട് ചെയ്ത് ടീച്ചർ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്ന ടീച്ചറാണോ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോളജ് ടീച്ചറിന് കൊടുക്കാനും ആ തന്ന നോളജ് സ്റ്റുഡൻറ്റിലേക്ക് എത്താനും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ട് ടീച്ചറിൻ്റെ ഒരു മെത്തേഡ് ചില സമയം സ്യൂട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കത് അത്രത്തോളം ഇഷ്ടമുള്ള നോളജ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അല്ല എങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ എന്ന രണ്ട് വിധത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ എന്നിരുന്നാലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് തിരക്കി പോവുക. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അതിനൊപ്പം എന്തുകൂടി വേണം, നമ്മൾ എഫേർട്ട് കൂടി എടുക്കണം, അല്ലേ? അതായത് ടീച്ചറിനെ കണ്ടെത്തി ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ വെറുതെ പോയിരുന്ന് കേട്ടുകൊണ്ടിരുന്നാലും ഞാൻ പഠിക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭാഗം നമ്മൾ ചെയ്തിരിക്കണം. അതായത് പണ്ട് നിങ്ങൾ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരിക്കും, ക്യാമലിനെ അഴിച്ചു വിട്ട്, അപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാമലിനെ സൂക്ഷിക്കുക, അത് ഞാൻ തവക്കുലാണെന്ന് പറയുന്നു. അങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത്? അല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടകത്തിനെ കെട്ടിയിട്ട ശേഷം വേണം അള്ളാഹുലേക്ക് തവക്കുൽ ഏൽപ്പിക്കാൻ, അല്ലേ? അല്ലാതെ ഒട്ടകത്തിനെ അഴിച്ചു വിട്ട ശേഷം അള്ളാഹുൽ തവക്കുൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ പ്രോസസ്സ് നമ്മളിൽ വേണം. നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഹാർഡ് എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് ദുആ, അതും മറന്നു പോകരുത്. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അള്ളാഹു തന്നാലല്ലാതെ നമുക്ക് ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ചില സ്റ്റുഡൻസ് വിചാരിക്കും ഈ ടീച്ചർ ഭയങ്കര സംഭവമാണ്, ഈ ടീച്ചറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങളിലേക്കൊരു നോളജ് എത്തണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ ആ നോളജ് നിങ്ങളിൽ തന്നെ എത്തും. ഇനി നിങ്ങൾക്കൊരു നോളജ് കിട്ടണ്ട എന്ന് ഉദ്ദേശിക്കുന്നുവോ ആ നോളജ് നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതായത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്, അല്ലേ? അള്ളാഹു തരുന്ന ഫضലാണ് നിങ്ങൾക്ക് ഈ നോളജ് എന്ന് പറയുന്നത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു ആദ്യം ആ വ്യക്തിക്ക് ദീനിലുള്ള നോളജ് തരുമെന്നാണ് പറയുന്നത്. റൈറ്റ്? സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ദെൻ നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. ഇയ്യാക നഅ്ബുദു, അള്ളാഹുലേക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുലേക്ക് മാത്രം നമ്മൾ ചോദിക്കുന്നു. അതായത് ഒരു ടീച്ചറിൻ്റെ എഫേർട്ട് കൊണ്ടല്ല, ടീച്ചറിനെ അള്ളാഹു സെലക്ട് ചെയ്തു, അൽഹംദുലില്ലാഹ്, അത് അള്ളാഹു ടീച്ചറും തമ്മിൽ. പക്ഷെ നിങ്ങൾക്ക് നോളജ് കിട്ടി, അത് ആ ടീച്ചർ മുഖേനയല്ല. പകരം എന്താണ്, നമ്മളെപ്പോഴും ഈ കാര്യം മറന്നു പോകും. ഞാൻ പറയാൻ കാരണം, ടീച്ചറിൻ്റെ കഴിവ് കൊണ്ടല്ല നിങ്ങൾക്ക് ഈ നോളജ് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓർമ്മ വരണം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്തുകൊണ്ട് ടീച്ചറിൻ്റെ അങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മുടെ ഇൻറ്റൻഷൻ അവിടെ മാറിപ്പോവും, നമ്മുടെ നീയത്ത് മാറിപ്പോവും. നമ്മൾ ടീച്ചറിൻ്റെ പ്രീതിക്കായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകും, ടീച്ചറിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകും. ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ തസ്വീബ് ക്ലാസ് ആണെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്കായിട്ട് നമ്മൾ ഖുർആൻ പാരായണം പഠിച്ചു പോകും. അങ്ങനെയല്ല, നമ്മൾ അക്ഷരം കറക്റ്റ് ചെയ്യുന്നത് ടീച്ചറിൻ്റെ മുന്നിൽ ഓതി കേൾപ്പിക്കാനല്ല, നമുക്ക്
മുതഅബ്ബിദ് ബി തിലാവ, അള്ളാഹുവിൻ്റെ പ്രീതിക്കായിട്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ക്ലാസ്സിൽ പോയതാണ് നമ്മുടെ നിയ്യത്ത് അവിടെ മാറുന്നത്. മനസ്സിലായോ? ഓക്കെ, അതായത് നമ്മുടെ നിയ്യത്തിന് അവിടെ ആര് വസ്വസ വരെ കൊണ്ടുവരികയാണ്. അതായത് ടീച്ചറിൻ്റെ മുന്നിൽ നീ ഇന്ന് പ്രാക്ടീസ് ചെയ്യ്, നാളെ പോയാൽ ടീച്ചർ വാവ് പറയും, അപ്പം നിനക്ക് എല്ലാവരുടെയും ഫ്രണ്ടിൽ വലിയ ആളാകാം. അല്ലെങ്കിൽ നീ നോളജ് എടുക്ക്, നീ 10 പേർക്ക് പറഞ്ഞു കൊടുത്താൽ എല്ലാവരും വാവ് ഭയങ്കര ടീച്ചറാണെന്ന് പറയും, ഭയങ്കര നോളജുള്ള ടീച്ചറാണെന്ന് പറയും. ഇങ്ങനെയുള്ള നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നു പോകും. വരാതിരിക്കുന്നു ഞാൻ പറയണില്ല, പക്ഷെ വന്നാലും നമ്മളത് ഈ ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരണം. നമ്മുടെ നിയ്യത്ത് മാറാൻ വിടരുത്. അത് എപ്പോഴും നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം ചെന്നെത്തുന്നത് എന്തിലാണ്? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ആൾക്കാരുടെ പ്രീതിക്കോ ടീച്ചറിൻ്റെ പ്രീതിക്കോ കൂടെയുള്ള ആൾക്കാരുടെ പ്രീതിക്കോ വേണ്ടിയല്ല. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് ഒരു റിവൈവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു തജ്വീദിലേക്ക് കടക്കാൻ അപ്പോൾ ഞാൻ പലരും പറയണ കേട്ടിട്ടുണ്ട്, എന്തിനാ പുതിയ ഒരു കാര്യങ്ങളൊക്കെ, പണ്ടൊന്നും തജ്വീദൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഗൾഫിലെല്ലാം പോയി പഠിച്ച ശേഷമാണ് ഈ തജ്വീദോട് കൂടി ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് സെൻറ്റൻസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈ തജ്വീദോട് കൂടിയാണ് പാരായണം ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അതിലേക്ക് അവർ ചെവി കൊടുക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം അറിഞ്ഞാലും നമ്മൾ ചെയ്യണ്ടേ. അണ്ടർസ്റ്റുഡ്? സോ അറിഞ്ഞില്ല എന്നൊരു എക്സ്ക്യൂസ് കീപ്പ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അണ്ടർസ്റ്റുഡ്? സോ നമുക്ക് സ്ട്രോങ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ ഹാർഡ് വർക്ക് എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എടുക്കുന്ന നോളജ് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങണം. അണ്ടർസ്റ്റുഡ്? നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്കത് ബെനിഫിഷ്യലായിട്ട് വരുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ രണ്ടും കേട്ടിട്ടുണ്ട്. ഒന്ന്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. നോളജ് സീക്ക് ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നിർബന്ധമാണ്. ഓക്കെ, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കാത്തവർ എന്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചു തുടങ്ങിയതും പഠിച്ചു തുടങ്ങുന്നതിന് മുന്നുള്ള കാലഘട്ടം രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ഒരു പീരീഡായിരുന്നു പഠിക്കുന്നതിന് മുന്നേ. എന്നാൽ പഠിക്കുന്നതിന് ശേഷമോ നമ്മൾ ഈ ഒരു കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ഫോക്കസ് മാറുന്നു, അല്ലേ? എന്നാൽ പഠിച്ചു കഴിഞ്ഞ ശേഷമോ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നമ്മൾ പഠിക്കുന്നത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഉത്തമർ അല്ലെങ്കിൽ നിങ്ങളിൽ ഉത്തമർ പഠിച്ചത് ഷെയർ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ ഹദീസ് നമുക്കൊരു എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് മാത്രം കീപ്പ് ചെയ്താൽ പോരാ, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓക്കെ, സോ ഷെയർ ചെയ്യുന്ന, അതായത് ഒരു നോളജ് പഠിപ്പിക്കുന്നു എന്നതിൽ ഒതുങ്ങരുത്. നിങ്ങളൊരു നോളജ് എടുത്ത ശേഷം നിങ്ങളത് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ നോളജ് കിട്ടാനുള്ള വഴി തിരക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇപ്പോൾ എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന ഒരു കമ്പാരിസൺ ആണിത്. ഇപ്പോൾ ടാങ്കിൽ വെള്ളം നിറഞ്ഞു, ഓക്കെ, വെള്ളം നമ്മൾ പൈപ്പിൽ യൂസ് ചെയ്യുന്നു വീടിനകത്ത്. ഓക്കെ, അപ്പോൾ ടാങ്കിൽ നിറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും പൈപ്പ് തുറന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടാങ്കിൽ വെള്ളം തീർന്നാൽ പൈപ്പിൽ കൂടി പോകുന്നത് തീരും, അല്ലേ? അതായത് നമ്മളൊരു വാട്ടർ ടാങ്ക് പോലെയാണെങ്കിൽ എന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോളജ് എടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ബിലീവ് മീ, നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള കാര്യം ഇവിടെ മുതൽ തന്നെയുണ്ട്. എല്ലാവരും പല പല ഫീൽഡിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ചിലർ ഈ ഖിറാഅത്തിൻ്റെ ബേസിലായിരിക്കും, ചിലർ ഫിഖഹിൻ്റെ ബേസിലായിരിക്കും, അല്ലേ? ചിലർ അല്ലെങ്കിൽ ഇബാദയിൽ കൂടിയാൽ പല ഫോംസ് ഓഫ് വർഷിപ്പിൽ കൂടിയായിരിക്കും. എന്തായാലും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ തജ്വീദിൻ്റെ ബേസാണ് നിങ്ങൾ പോകണമെങ്കിൽ തജ്വീദ് കഴിഞ്ഞാൽ നിങ്ങൾ തിലാവ ചെയ്യുന്നു. തിലാവ ചെയ്താൽ നമ്മൾ ഇനി അടുത്തൊരു നോളജ് എടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഗ്രാമാറ്റിക്കൽ സ്റ്റഡീസ് നടത്തുക, അറബിക് ഗ്രാമർ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് സെലക്ട് ചെയ്യുക. ഖിറാഅത്ത് സ്റ്റഡീസിലേക്ക് പോകണോ, ഹിഫ്ള് ചെയ്യണോ? ബെറ്റർ ഹിഫ്ള് ചെയ്തിട്ട് ഖിറാഅത്തിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നമുക്ക് റിസോഴ്സസ് ഉണ്ട്. സോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ട് പോവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് നിങ്ങൾക്കതൊരു ബെനിഫിഷ്യൽ സെഷനായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും കുറച്ച് സമയം കൂടുതലായിപ്പോയി. ജസാക്കുമുല്ലാഹു ഖൈറൻ ഫോർ ഗിവിങ് ദിസ് ചാൻസ് അഗെയിൻ. ഓക്കെ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
Okay, back to Sister Aisha Nasrin. Yes, sister, you can continue. അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇത് പേര് अस्सलाम वालेकुम। अस्सलाम वालेकुम। Walaikum assalam wa rahmatullah. നിങ്ങൾ പറഞ്ഞ ഹദീസ് എഴുതി കാട്ടോ അതിന് അർത്ഥം മലയാളത്തിൽ എഴുതി കാട്ടാൻ കഴിയുമോ? ഏതാണ്? നിങ്ങൾ പറഞ്ഞ ഹദീസിന് അർത്ഥം മലയാളത്തിൽ എഴുതി കാട്ടാൻ പറ്റുമോ? ഇംഗ്ലീഷിൽ അത് നമുക്കൊന്നും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്. ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ചതാണോ? ഹദീസ് ആര് കാണിച്ചു? അപ്പൊ അതിന്റെ അർത്ഥം മലയാളത്തിൽ ഇതോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അഡ്മിനോട് പറയാം, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. വലൈക്കും അസ്സലാം. ഒരുപാട് സ്രോതസ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. അടുത്ത ബുധനാഴ്ച അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലും എല്ലാവരും പങ്കാളികളാവുക. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാം ഒന്ന് ഇതാക്കണേ, എൻഡ് ആക്കണേ.